യൂഫ്രട്ടീസിൽ യൂഫ്രട്ടീസ് തുർക്കിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. തുർക്കിയിലെ മഞ്ഞുമലകളിൽ നിന്ന് ആരംഭിച്ച് വരികയാണ് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് വന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ, ഇത് നദിയുടെ ഒരു മാപ്പ് അല്ലാത്തതുകൊണ്ടാണ് കൃത്യത കിട്ടാത്തത്. റിവറുകളുടെ മാപ്പ് വേറെയുണ്ട്, ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ യൂഫ്രട്ടീസ് ഒരു അല്പ ദൂരം താഴേക്ക് ഇറങ്ങി വന്നാൽ അവിടെ നിന്ന് തുർക്കിയുടെ ഒരു ഏരിയയിൽ നിന്ന് എന്താരംഭിക്കും? ടൈഗ്രീസ് ആരംഭിക്കും. എന്നിട്ട് ടൈഗ്രീസ് ഇങ്ങനെ ടൈഗ്രീസ് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു വരും. എന്തിലൂടെ? സിറിയയിലൂടെ. സിറിയയിൽ നിന്ന് ഇങ്ങനെ വരികയാണ് എന്ത്? യൂഫ്രട്ടീസ്. അതായത് തുർക്കിയിൽ നിന്ന് വരികയാണ്. യൂഫ്രട്ടീസ് നദി തുർക്കിയിൽ നിന്ന് വരിക. ഈ തുർക്കിയിൽ നിന്ന് വന്നിട്ട് അതാ മഞ്ഞുമലകളിൽ നിന്ന് വന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ എന്താരംഭിച്ചു? ടൈഗ്രീസ് ആരംഭിച്ചു. അപ്പോൾ എന്തിൽ നിന്നാണ് ടൈഗ്രീസ് ആരംഭിക്കുന്നത്? ഒരു നദി എന്ന് പറഞ്ഞാൽ നദീതടം. അത് ഈ നദീതടം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ചിലപ്പോൾ വന്നേക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നദീതടം. ഒരു നദീതടം, സിന്ധു നദീതടം എന്ന് പറഞ്ഞാൽ സിന്ധു നദിയല്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഏരിയകൾ, മനസ്സിലായില്ല? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഏരിയകൾ ഉൾപ്പെടും ഇതിൻ്റെ ഉള്ളിൽ. എന്തിൻ്റെ ഉള്ളിൽ? ഒരു വലിയ നദീതടത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടും. ഒരു വലിയ നദീതടത്തിൻ്റെ ഉള്ളിൽ. അത് റിവറുകളെ മേപ്പാണെങ്കിലേ കിട്ടിയുള്ളൂ. ഏഷ്യാനെങ്കിൽ ഒന്നും കൂടി എടുത്താൽ ചിലപ്പോൾ അത് സിറിയ ഒന്നും കൂടി വ്യക്തമായി അതിൽ കിട്ടും. റിവറുകളുടെ മാപ്പ് വേറെയുണ്ട്. തുർക്കിയിൽ നിന്നാണ് വരുന്നത്. തുർക്കിയിൽ നിന്നാണ്. ഒരു മിനിറ്റ്, അങ്ങനെ പിടിച്ചാൽ മതി. തുർക്കി. ഈ ഏരിയയിൽ നിന്ന് തുർക്കിയിൽ നിന്ന് ഇവിടുന്ന് ആരംഭിക്കും. പിന്നെ അത് നേരെ ഇങ്ങനെ വന്നിട്ട് നോക്കൂ നിങ്ങൾ, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയറി വരും. ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെ അത് നോക്കൂ നിങ്ങൾ, അത് നോക്കൂ നിങ്ങൾ, പിന്നെ അത് നേരെ ഇങ്ങനെ വരും. സിറിയയെ മുറിച്ച് കിടക്കും, ഇറാഖിൽ പ്രവേശിക്കും. ഈ ഇറാഖിൽ പ്രവേശിച്ചതിന് ശേഷം സിറിയ കടന്നു, ഇറാഖ് കടന്നു. ഇറാഖിൽ നിന്ന് അവസാനിക്കുമ്പോൾ അത് നേരെ എങ്ങോട്ട് കയറും? സമുദ്രത്തിൽ പ്രവേശിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? പേർഷ്യൻ ഉൾക്കടലിൽ പ്രവേശിക്കും. ഇത് പേർഷ്യൻ ഉൾക്കടലാണ്, നമ്മൾ കണ്ടല്ലോ. പേർഷ്യൻ ഉൾക്കടലിൽ പ്രവേശിക്കും. എവിടുന്നാണ് വരുന്നത്? തുർക്കിയിൽ നിന്ന് വരികയാണ്. സിറിയ മുറിച്ച് കടന്നു, ഇങ്ങനെ വന്നു. പിന്നെ അതിങ്ങനെ വന്ന് അത് എന്ത് ചെയ്യും? യൂഫ്രട്ടീസിൻ്റെ താഴത്തുനിന്ന്, യൂഫ്രട്ടീസ് നദീതടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ടൈഗ്രീസ് നേരെ പിന്നെ സിറിയയെ മുറിച്ച് കടന്ന് ഇറാഖിലേക്ക് വരും. ഇറാഖിലേക്ക് വന്നതിന് ശേഷം അത് എന്ത് ചെയ്യുമെന്നാൽ ഇറാഖിൽ നിന്ന് നേരെ യൂഫ്രട്ടീസിൽ തന്നെ പ്രവേശിക്കും. എന്നിട്ട് രണ്ടും ചേർന്ന് പിന്നെ ചേർന്നും ഇല്ല. അപ്പോൾ യൂഫ്രട്ടീസ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ടൈഗ്രീസ് യൂഫ്രട്ടീസ് തടത്തിൽ നിന്ന് ആരംഭിക്കും. പിന്നെ അത് എന്ത് ചെയ്യും? യൂഫ്രട്ടീസിൽ ചേരും. പിന്നെ ടൈഗ്രീസ് നദി ഇല്ല. അപ്പൊ ടൈഗ്രീസ് നദി നേരിട്ട് എന്തിൽ കയറുന്നില്ല? പേർഷ്യൻ ഉൾക്കടലിൽ പറഞ്ഞത് മനസ്സിലായില്ല? പേർഷ്യൻ ഉൾക്കടലിൽ നേരിട്ട് ടൈഗ്രീസ് നദി പ്രവേശിക്കൂല. ടൈഗ്രീസ് നദി എന്തിൽ നിന്ന് തുടങ്ങി എന്തിൽ തീർന്നു? യൂഫ്രട്ടീസിൽ നിന്ന് തുടങ്ങി യൂഫ്രട്ടീസിൽ തന്നെ തീർന്നു. മനസ്സിലായോ? പിന്നെ യൂഫ്രട്ടീസ് നദി എന്തിൽ പ്രവേശിക്കും? നേരെ പേർഷ്യൻ ഉൾക്കടലിൽ പ്രവേശിക്കും. അപ്പോൾ ഒരു ലോക ചരിത്രത്തിലെ ഒരു അത്ഭുതകരമായ നദിയാണ് എന്ത്? യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസിന്റെ കൈവഴിയാണ് എന്ത്? ടൈഗ്രീസ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പുന്നപ്പുഴ, കരിമ്പുഴ അങ്ങനെയൊക്കെയുള്ള നദികളുണ്ട്. കുറച്ച് ദൂരമുണ്ട്.
കുറച്ച് ദൂരമുണ്ട്, പുന്നപ്പുഴയും കരിമ്പുഴയും ഒക്കെ ഉണ്ട്. നിലമ്പൂർ ഏരിയ കഴിഞ്ഞാൽ പിന്നെ പുന്നപ്പുഴയും കരിമ്പുഴയും ഇല്ല. എന്തുകൊണ്ട് ചാലിയാർ പ്രവേശിച്ചു. പിന്നെ ഇതിലൊക്കെ ഇരുവഴിഞ്ഞിപ്പുഴ, ഈ ഇരുവഴിഞ്ഞിപ്പുഴ എന്തിൽ പ്രവേശിക്കും? നേരെ ചാലിയാർ പ്രവേശിക്കും. പിന്നെ അതില്ല. പിന്നെ ഫറോക്കിൽ നമ്മൾ കാണുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയെ കാണൂല, പുന്നപ്പുഴയെ കാണൂല, ഒന്നും കാണില്ല. പിന്നെ എന്തേ ഉള്ളൂ? ചാലിയാർ മാത്രം. ഇതുപോലെ കൈവഴികൾ ഭാരതപ്പുഴക്കുണ്ട്, പെരിയാറിനുണ്ട്, പമ്പാനദിക്കുണ്ട്, ഒക്കെയുണ്ട് എന്നതുപോലെ അതൊരു ഏരിയയിൽ മാത്രമേ ഈ കൈവഴികൾ ഉണ്ടാവും. മറ്റു ഏരിയകളിൽ ഏറെ വരുന്ന ജലത്തെ പമ്പാനദിയിലോ ഭാരതപ്പുഴയിലോ ചാലിയാറിലോ എത്തിക്കുക എന്ന ദൗത്യം മാത്രമാണ് ഈ കൈവഴിക്കുള്ളത്. മനസ്സിലായോ പറഞ്ഞത്? അതാണ് ഒരു ടൈഗ്രീസ്. ടൈഗ്രീസ് എന്നൊരു നദി എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് തന്നെയാണ്. എന്ത് ടൈഗ്രീസ്? ചിലപ്പോൾ ഹദീത്തുകളിൽ യൂഫ്രട്ടീസിനെ കാണൂ. പലപ്പോഴും ഹദീത്തിൻ്റെ വിശാലതയിൽ ടൈഗ്രീസിനെ കാണാറില്ല. എന്തുകൊണ്ട്? അതിന് ഹദീത്ത് ഒരു അസലിൽ നിന്നാണ് വരുന്നത്. സത്യത്തിൽ ടൈഗ്രീസും എന്തുതന്നെയാണ്? യൂഫ്രട്ടീസാണ്. അപ്പം ഈ പരിസരത്താണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ വന്നിട്ടുള്ളത്. എല്ലാ അമ്പിയാക്കളും അവിടെയാണ്, പ്രധാനപ്പെട്ട നബിമാരവിടെയാണ്, സംസ്കാരങ്ങൾ, മനോഹരമായ ഭംഗിയുള്ള വേഷം അവിടെയാണ്, മനോഹരമായ സംസ്കാരം അവിടെയാണ്.